ഹലോ ഗൈസ്, ക്ലാസ്മേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് കോശ വിഭജനം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോശം എന്താണ്, കോശത്തിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആകും. സോ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടിട്ട് വരിക. സോ ബാക്ക് ടു ദി ടോപ്പിക്, എന്താണ് കോശ വിഭജനം അഥവാ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മളുടെ കോശം പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം അതൊരു മാതൃകാകോശം, ആ മാതൃകാകോശം സ്വയം വിഭജിച്ച് 2 പുത്രികാകോശങ്ങളായി മാറുന്നതിനെയാണ് നമ്മൾ കോശ വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ എന്താ? മാതൃകാകോശം സ്വയം വിഭജിച്ച് 2 പുത്രികാകോശങ്ങളായി മാറുന്നതിനെയാണ് നമ്മൾ കോശ വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കോശ വിഭജനം എന്തിനു വേണ്ടിയിട്ടാണ് സെല്ലിൽ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സെല്ലിൽ ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലൊക്കെ ഉണ്ടാകും. അതൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോശ വിഭജനം ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സെൽ ഗ്രോത്തിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സെല്ലെല്ലാം കൂടി ചേർന്നിട്ടാണ് ടിഷ്യൂ ആവുന്നത്, ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഓർഗൻ ആവുന്നത്, ഓർഗൻ സിസ്റ്റം ആവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം സെൽ ഗ്രോത്ത് എന്ന് പറയുന്ന ഫങ്ഷൻ നടക്കണം. അപ്പോൾ അത് സെൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ത്രൂ ഈ സെൽ ഡിവിഷനിലൂടെയാണ് സെൽ ഗ്രോത്ത് നടക്കുക. അപ്പോൾ ആദ്യം ആ സെല്ല് പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം സെൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ സെല്ല് എന്ത് ചെയ്യുന്നത്, വിഭജിച്ച് വരുന്നത്. അപ്പോൾ സെൽ ഗ്രോത്ത് നടക്കുന്നതിന് മുന്നേ മെയിനായിട്ട് 2 സ്റ്റെപ്പാണ് ഇതിന് കോശ വിഭജനത്തിന് ഉണ്ടാകുന്നത്. ഒന്ന് ഇന്റർഫേസും പിന്നെ കോശ വിഭജനം. അപ്പോൾ ഇന്റർഫേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ല് പ്രിപ്പയർ ആവുകയാണ് വിഭജിക്കാൻ വേണ്ടിയിട്ട്. സെല്ല് പ്രിപ്പയർ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർഫേസ് എന്ന് പറയുന്ന സ്റ്റെപ്പ് പറയുന്നത്. ആ സമയത്ത് എന്തൊക്കെ മാറ്റമാണ് സെല്ലിന് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെല്ല് മെച്ചുറോ എന്ന് വെച്ചാൽ അതിന്റെ സൈസ് വളരെ വലുതാകും, വിഭജിക്കേണ്ട രീതിയിലുള്ള അത്രയും സൈസ് അതിന്റെ കൂടും. അതുപോലെ അതിൽ കോശദ്രവ്യത്തിന്റെ അളവ് കൂടും, സെൽ ഓർഗനൽസിന്റെ നമ്പേഴ്സ് ഒക്കെ കൂടും. അതിനുശേഷം മെയിനായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ജനിതക വസ്തുക്കളുടെ എണ്ണം 46 ആവും. എന്താണ് ജനിതക വസ്തു എന്ന് പറയാം. ജനിതക വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിലുള്ള മെയിൻ ഒരു പാർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ, ന്യൂക്ലിയസ് എന്ന് പറയുന്നതാണ് സെല്ലിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാൻ ഞാൻ ക്വസ്റ്റ്യൻ തരാം. ലാസ്റ്റ് ക്ലാസ് കണ്ടവർക്ക് ന്യൂക്ലിയസ് ആരാ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ ന്യൂക്ലിയസിന്റെ മെയിൻ ഭാഗമാണ് അതിൽ ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. ഈ ക്രോമാറ്റിൻ ജാലിക കണ്ടൻസ് ചെയ്ത്, ന്യൂക്ലിയസിലുള്ള ക്രോമാറ്റിൻ ജാലിക കണ്ടൻസ് ചെയ്ത് സെല്ലിന്റെ സെൻട്രലിലേക്ക് വന്നിട്ട് ഇത് ക്രോമസോം ആയിട്ട് മാറും. ക്രോമസോം എന്ന് പറയുമ്പോൾ ക്രോമസോമിന്റെ സ്ട്രക്ചറിൽ ഒരു സെൻട്രോമിയർ ഉണ്ട്, അതിനുശേഷം അതിന് 4 ക്രോമാറ്റിക് ലീഫ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് നമ്മൾ ജനിതക വസ്തു. എന്താ ഈ ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അച്ഛൻ്റെയും അമ്മൻ്റെയും നിന്നൊക്കെ ജനറ്റിക് ട്രേറ്റ്സ് കിട്ടുമല്ലോ, പാരമ്പര്യമായിട്ട് കിട്ടുന്നതും ഇതെല്ലാം ഈ ക്രോമസോമിലൂടെയാണ്. സോ നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത് 46 ഇൻ നമ്പേഴ്സ് ആവണം. അതാണ് അതിൻ്റെ മെയിൻ എന്താ പറയുക, പ്രിപ്പറേഷൻ്റെ ഒരു മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ ക്രോമസോം നമ്പർ 46 ഇൻ നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ഹ്യൂമൻ ബീയിങ്ങിലുള്ള ക്രോമസോമിൻ്റെ നമ്പർ എത്ര എണ്ണമാണ്? 46 in numbers and 23 in pairs. സോ കോശ വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശം സ്വയം വിഭജിച്ച് പുതിയ 2 കോശങ്ങളായി തീരുന്നതാണ് നമ്മൾ കോശ വിഭജനം എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് ഇന്റർഫേസ് എന്തൊക്കെയാണ്, ഇന്റർഫേസിൽ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോശ വിഭജനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പിലാണ് നടക്കുന്നത്. ക്രമഭംഗം അഥവാ മൈറ്റോസിസ്, ഊനഭംഗം അഥവാ മിയോസിസ്. ഇങ്ങനെ 2 രീതിയിലാണ് നമ്മളുടെ കോശം വിഭജിക്കുന്നത്. ഇപ്പൊ ക്രമഭംഗം അഥവാ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല്, നമ്മളുടെ ബോഡിയിൽ സാധാരണ സെല്ലുകളൊക്കെ ഉണ്ടാവില്ലേ എന്ന് വെച്ചാൽ നോർമൽ സെൽ, ലൈക്ക് കയ്യിലെ കാലിലെ ബോഡിയിലുള്ള നോർമൽ സെല്ലിലെല്ലാം നടക്കുന്ന സെൽ ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൈറ്റോസിസ് അഥവാ ക്രമഭംഗം എന്ന് പറയുന്നത്. ഇനി അത് മിയോസിസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബീജോത്പാദന കോശം, മിയോസിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബീജോത്പാദക കോശം അഥവാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ നടക്കുന്ന സെൽ ഡിവിഷനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. സോ 2 ടൈപ്പിലാണ് നടക്കുന്നുണ്ടാവുന്നത്, മൈറ്റോസിസ് ആൻഡ് മിയോസിസ് എന്ന് പറയുന്നത്. ഇനി മൈറ്റോസിസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നോർമൽ സെല്ലിലാണ് മൈറ്റോസിസ് നടക്കുന്നുണ്ടാവുക. അപ്പോൾ നോർമൽ സെല്ലിൽ ഞാൻ ഇന്റർഫേസിൽ പറയുന്ന പോലെ 46 ഇൻ നമ്പേഴ്സ് ക്രോമസോംസ് ഒക്കെ വന്നു, കോശദ്രവ്യത്തിൻ്റെ അളവെല്ലാം കൂടി സെൽ ഓർഗനൈസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ഈ മൈറ്റോസിസ് ആണെന്നുണ്ടെങ്കിലും മിയോസിസ് ആണെന്നുണ്ടെങ്കിലും ഒരു 4 സ്റ്റെപ്പിലൂടെ ആണ് ഇത് കടന്നു പോകുക. 4 സ്റ്റെപ്പിലൂടെ ഈ സെല്ല് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് വരും.
ഓക്കെ. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പി മാറ്റ് എന്നൊരു കോഡ് വെക്കാം. പി മാറ്റ് എന്ന് പറഞ്ഞ് പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്, ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് നമ്മളുടെ കോശവിഭജനം നടന്നു പോകുന്നത്. അപ്പോൾ ഇനി മൈറ്റോസിസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കോശം വിഭജിക്കുമല്ലോ, ഈ 4 സ്റ്റെപ്പിലൂടെ വിഭജിക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ അല്ലെങ്കിൽ മാതൃകാ കോശത്തിൽ അല്ലെങ്കിൽ മദർ സെല്ലിൽ 46 നമ്പേഴ്സ് ഓഫ് ക്രോമസോംസ് ഉണ്ടാവും. അതേ 46 നമ്പേഴ്സ് ഓഫ് ക്രോമസോംസ് ആണ് നമ്മുടെ ഡോട്ടർ സെല്ലിനും ഉണ്ടാവുക. അല്ലെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്ത് വരുന്നതിനും എന്തുണ്ടാവും, നമ്പർ ഓഫ് ക്രോമസോംസ് അത് ഒരേ രീതിയിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് മൈറ്റോസിസിൻ്റെ സ്പെഷ്യാലിറ്റി. അതേ സ്ഥാനത്ത് മിയോസിസ് എന്ന് പറയുന്നത് നമ്മൾ 46 നമ്പേഴ്സ് ഉണ്ടല്ലോ, മദർ സെല്ലിൽ 46 നമ്പേഴ്സ് ഉള്ളത് ഡോട്ടർ സെല്ലിലേക്ക് വരുമ്പോൾ 23 ആയിട്ട് മാറും, അതിൻ്റെ നേർപകുതിയായിട്ട് മാറും. അതിൽ 23 ആയി മാറിയിട്ട് ഒരെണ്ണം പോളാർ ബോഡി ആയിട്ട് നശിച്ചു പോകും എന്നാണ് പറയുന്നത്. ഇതാണ് മൈറ്റോസിസ് മിയോസിസിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ക്രോമസോംസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് മൈറ്റോസിസ്. അതിൻ്റെ നേർപകുതിയായി വന്ന് ഒരു സെല്ല് പോളാർ ബോഡിയായി നശിച്ചു പോകുന്നതിനെയാണ് മിയോസിസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് മൈറ്റോസിസിലും മിയോസിസിലും ഞാൻ പറഞ്ഞ പോലെ കടന്നു പോകുന്ന 4 സ്റ്റെപ്പുകളാണ് പി മാറ്റ് എന്ന് പറയുന്നത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ് എന്ന് പറയുന്ന 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മൈറ്റോസിസിലും മിയോസിസിലും കോമൺ ആയിട്ട് പോകുന്ന 4 സ്റ്റെപ്പുകളാണ് നമ്മൾ പി മാറ്റ് എന്ന് പറയുന്ന കോഡിലൂടെ പഠിച്ചത്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ഇതിൽ പ്രൊഫേസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ എന്താ നടക്കണമെന്ന് വെച്ചാൽ ഈ നമ്മൾ ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ക്രൊമാറ്റിൻ ജാലിക എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്ത് ക്രോമസോമായി മാറി. ക്രോമസോം വന്നിട്ട് സെൻട്രലിലേക്ക് വന്നു. ക്രോമസോം ആയ സെൻട്രലിലേക്ക് ന്യൂക്ലിയസിൻ്റെ സെൻട്രലിലേക്ക് വന്നു. അതിനുശേഷം ഇതിനകത്തുള്ള സെൻട്രിയോളുകൾ അല്ലെങ്കിൽ സെൻട്രിയോളുകളായിട്ട് മാറി. സെൻട്രോസോം, ഈ ന്യൂക്ലിയസിനകത്തുള്ള സെൻട്രിയോളുകളായി മാറിയതിനു ശേഷം അതിൽ നിന്നും കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് അവിടെ പ്രത്യക്ഷപ്പെടും. ഇതാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കീലതന്തുക്കൾ അഥവാ സ്പിൻഡിൽ ഫൈബേഴ്സ് പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രൊഫേസിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. അതുപോലെ ക്രോമസോംസ് വന്ന് അറേഞ്ച് ചെയ്തത് നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നത് പോലെ, പിക്ചറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്താ സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലെങ്കിൽ കീലതന്തുക്കൾ. സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ മലയാളമാണ് കേട്ടോ. കീലതന്തുക്കൾ അതിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് ഏറ്റവും മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് M for മെറ്റാഫേസ്. മെറ്റാഫേസ് എന്ന് പറയുമ്പോൾ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം ഇലോങ്ങേറ്റ് ആയിട്ട് വരും. എന്ന് വെച്ചാൽ നീളം വെച്ച് വന്നിട്ട് ഈ സെൻറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇക്വിറ്റോറിയൽ ആയിട്ട് അറേഞ്ച് ചെയ്യും? ക്രോമോസോം ഇക്വിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്ററിൽ കൂടെ അറേഞ്ച് ചെയ്തിരിക്കും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് ഇതിനകത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും. ഈ അറ്റാച്ചിങ് നടക്കുന്നതാണ് ഈ മെറ്റാഫേസിൽ നടക്കുന്നത്. മധ്യരേഖ അഥവാ ഇക്വിറ്റോറിയലിൽ ഇത് വന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം, ക്രോമസോം അറേഞ്ച് ചെയ്തതിന് ശേഷം സ്പിൻഡിൽ ഫൈബേഴ്സ് എല്ലാം വന്ന് അറ്റാച്ച് ആവുന്നതാണ് മെറ്റാഫേസിൽ നടക്കുന്നത്. ഇപ്പോൾ P for പ്രൊഫേസ്, M for മെറ്റാഫേസ്, A for അനാഫേസ്. അനാഫേസ് എന്ന് പറയുമ്പോൾ ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്രോമസോമിൽ വന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഈ അറ്റാച്ച് ചെയ്തതിന് 2 സാധനത്തിനെയും വലിച്ചു നീട്ടി 2 ഭാഗത്തേക്ക് കൊണ്ടുപോകും. അതായത് 2 സെൽ അല്ലെങ്കിൽ 2 പുത്രികാ കോശങ്ങളായിട്ട് മാറും. ഓക്കെ, അത് ആ സ്റ്റെപ്പാണ് മെയിനായിട്ട് നടക്കുന്നത്, ആ ഫേസിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്ന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്ന സ്റ്റെപ്പ് ഏതാണ്? മൈറ്റോസിസിലോ മിയോസിസിലും പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഏതാ പറയുന്നത്? അനാഫേസ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സോ അതവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ പുത്രികാ കോശങ്ങൾ രൂപപ്പെട്ടതിന് ശേഷം അടുത്ത് നമ്മൾ പോകുന്ന സ്റ്റെപ്പാണ് ടീലോഫേസ് എന്ന് പറയുന്നത്. സോ പി മാറ്റിൽ പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ടീലോഫേസിൽ ഈ 2 ഭാഗങ്ങളിലേക്കും നമ്മൾ ക്രോമസോം വേർപെട്ട് വന്നിട്ട് ഡിറ്റാച്ച് ചെയ്ത് 2 ഭാഗത്തേക്ക് വന്നതിന് ശേഷം പുത്രികാ കോശങ്ങളായ ശേഷം ഇതൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഇത് വേറൊരു സെല്ലായിട്ട് ഇനി ഡിവൈഡ് ചെയ്ത് പോകണം. സോ ന്യൂക്ലിയസ് ആയിട്ട് അവിടെ രൂപം മാറും ആ സാധനം. അപ്പോൾ പുത്രികാ ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്ന സ്റ്റെപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ടീലോഫേസ് എന്ന് പറയുന്നത്. സോ പി മാറ്റിൽ പ്രൊഫേസ് വന്ന് മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടീലോഫേസ്. ടീലോഫേസിലാണ് പുത്രികാ ന്യൂക്ലിയസുകൾ രൂപപ്പെടുന്നത്. അനാഫേസിലാണ് പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നത്. സോ ഇങ്ങനെ 4 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഒരു സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആയി കഴിയും.
ഇതാണ് മൈറ്റോസിസ് മിയോസിസിൽ മെയിൻ ആയിട്ട് പോകാനുള്ള 4 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്പർ ഓഫ് ക്രോമസോംസും ഇത് ഡിവൈഡ് ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ, മെയിൻ ആയിട്ട് ഇതിന്റെ കമ്പാരിസൺ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ. അതായത് ക്രോമസോം നമ്പർ മൈറ്റോസിസിലാണെന്നുണ്ടെങ്കിൽ 46 നമ്പർ, അതേ 46 നമ്പർ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, എത്ര തവണ ഡിവൈഡ് ചെയ്ത് വരികയാണെങ്കിലും വരും. പക്ഷെ മിയോസിസിലാണെന്നുണ്ടെങ്കിൽ 46, 23, 23 ആയിട്ട് മാറിപ്പോവാണ് ചെയ്യുന്നത്. ആൻഡ് മൈറ്റോസിസിൽ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഒരു മദർ സെല്ല് 4 ഡോട്ടർ സെല്ലിനെയാണ്, ഒരു മാതൃകാ കോശം 4 പുത്രികാ കോശങ്ങളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് റിപ്രൊഡക്റ്റീവ്സ് അല്ലെങ്കിൽ മിയോസിസിൽ നടക്കുന്നത് ഒരു മാതൃകാ കോശം 2 എണ്ണത്തിന് മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇത് രണ്ടത്തിൻ്റെയും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം, ഇത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കും. മൈറ്റോസിസിനും മിയോസിസിനും കോമൺ ആയിട്ട് വരുന്ന ക്രമഭംഗത്തിലെ ഏത് സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഊനഭംഗത്തിലെ ഏത് സ്റ്റെപ്പാണ് ക്രമഭംഗത്തിന് സമാനമായത് എന്ന് ചോദിക്കുമ്പോൾ ഊനഭംഗം 2 എന്ന് പറയുന്ന സ്റ്റെപ്പാണ് ക്രമഭംഗത്തിന് സാമ്യമായിട്ടുള്ള സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞ അവസാനം പുത്രികാ ന്യൂക്ലിയസുകൾ ടീലോഫേസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ പുത്രികാ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ അവിടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് വരണം. ആ ന്യൂക്ലിയസിനെ ഡിവൈഡ് ചെയ്ത് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. കാരിയോകൈനസിസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ ഡിവിഷനെയാണ് നമ്മൾ കാരിയോകൈനസിസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫുൾ ബോഡി എന്ത് ചെയ്യണം, 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരണം. അപ്പോൾ എന്ത് ചെയ്യും, ഈ സൈറ്റോപ്ലാസം ഉൾപ്പെടെ നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് വരണം. ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് കോശദ്രവ്യം ഡിവൈഡ് ചെയ്ത് പോകുന്ന പറയുന്ന പ്രോസസ്സിന് പറയുന്നതാണ് സൈറ്റോകൈനസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. കോശദ്രവ്യം ഉൾപ്പെടെ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ അങ്ങനെ കാരിയോകൈനസിസ് സൈറ്റോകൈനസിസ് കഴിഞ്ഞ് നമ്മളുടെ അനിമൽ സെല്ലിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോശസ്ഥലം തന്നെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അതേ സ്ഥാനത്ത് സസ്യങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് കോശഫലകം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അവിടെ എന്ത് ചെയ്യും, രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് പ്ലാന്റിന്റെ 2 സെല്ലായിട്ട് പോകുന്നത്. ഈ 2 പോയിന്റും അവിടെ നമ്മൾ കോശഫലകം എന്തിനാണെന്നുള്ളതും അതുപോലെ കാരിയോകൈനസിസ് എന്താണ്, സൈറ്റോകൈനസിസ് എന്താണ് എന്നുള്ളതും നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗമാണ്. ഇനി നമ്മളുടെ സെൽ ഡിവിഷൻ നടക്കുന്നത് ഒരു ലിമിറ്റഡ് ടൈമിൽ ആൻഡ് ഒരു ലിമിറ്റഡ് ഏരിയ വരെ നമുക്കത് ഗ്രോത്ത് നടക്കാൻ പാടുള്ളൂ. കാരണം ഓവർ സെൽ ഗ്രോത്ത് നടന്നു കഴിഞ്ഞാൽ വിച്ച് ലീഡ്സ് ടു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത് നമ്മളുടെ ഓവർ സെൽ ഗ്രോത്ത് കാരണമാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ മനുഷ്യ ശരീരങ്ങളിലൊക്കെ 24 മണിക്കൂറാണ് ഒരു കോശം ഡിവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്ത് വരാനുള്ള സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. ഇത് പ്ലാന്റ് സെല്ലിനാണെങ്കിലും ഹ്യൂമൻ സെല്ലിനാണെങ്കിലും അനിമൽ സെല്ലിനാണെന്നുണ്ടെങ്കിലും 24 മണിക്കൂറാണ്. ബാക്ടീരിയയ്ക്കാണ് 20 to 30 മിനിറ്റ് വരെ സമയം വരുന്നത്. ഈസ്റ്റ് സെല്ലിൽ 90 മിനിറ്റ് ആണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ടൈം ലിമിറ്റ് എത്രയാണെന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കണം. ആ ടൈം ലിമിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ ഓവർ സെൽ ഗ്രോത്ത് നടക്കുമ്പോഴാണ് നമ്മളത് ക്യാൻസറിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. വളരെ കുറച്ച് കാര്യങ്ങളാണ്. അതിൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെയാണ് മെയിനായിട്ട്. ആ സ്റ്റെപ്പ് നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന സ്റ്റെപ്പുകൾ എവിടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്നതിന് സമാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ എവിടെയാണ് നടക്കുന്നത്. മെയിനായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ജനിതക വസ്തു അഥവാ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയാണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞ ചെറിയ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു.